ആത്മാവ് മരുഭൂമിയിലേക്ക് നയിക്കുന്ന യാത്രയാണ് നോൻപ്. മരുഭൂമി യാത്രയിൽ പരീക്ഷണങ്ങളുണ്ട്. അപ്പവും വെള്ളവും ഇല്ലാതെ വരാം. ഒരു താങ്ങും തണലും ഇല്ലാത്ത സമയം ഉണ്ടാകും. തികഞ്ഞ പരീക്ഷണങ്ങളുടെ നാളുകളാണത്. 40 വർഷത്തോളം കാനാൻ ദേശത്തെ സ്വപ്നം കണ്ട് നടന്ന ജനങ്ങൾ എത്ര തവണയാണ് പെറുപെറുത്തത്? നാം തിരുവെഴുത്തിൽ വായിക്കുന്നുണ്ട്. ആദ്യം അപ്പമില്ല, വെള്ളമില്ല, തരുന്നതിനൊക്കെ ഒരു ചൊവയുണ്ട്, അഴുകിയ ഇറച്ചിയാണ്. ഇതെല്ലാം ജഡത്തിൻ്റെ, ശരീരത്തിൻ്റെ പരാതികളായിരുന്നു, പെറുപെറുപ്പുകൾ ആയിരുന്നു. ഇനി അത് കഴിഞ്ഞ് യാത്രയുടെ ദൈർഘ്യത്തെക്കുറിച്ചായി പെറുപെറുക്കൽ. ദൈവം നൽകിയ മനോഹരമായ മധുരമുള്ള സ്വപ്നത്തെ മറന്ന് യാത്രയുടെ കയ്പുകളെ കുറിച്ച് കൂടെ പറഞ്ഞ് പെറുപെറുക്കാൻ തുടങ്ങി. ഇത് മനസ്സിൻ്റെ പെറുപെറുക്കലാണ്. മൂന്നാമതായിട്ട് ആത്മീയമായ പെറുപെറുക്കൽ. അവർക്ക് ആരാധിക്കാൻ കാളക്കുട്ടിയെ വേണം. ആത്മീയ പ്രതിസന്ധിയിലായി. നേതാവിനെ മാറ്റണം. ഇനി ദൈവം പറയുന്നതല്ലാതെ തങ്ങൾ തന്നെ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നൊക്കെയുള്ള വാശിയായി. ഇങ്ങനെ വല്ലാത്ത തരത്തിലുള്ള പെറുപെറുപ്പുകളിലൂടെ കടന്നുപോയ ഒരു ജനം. ഈ നോൻപിൽ നമ്മളെ എന്താണ് ഓർമ്മിപ്പിക്കുന്നത്? പെറുപെറുക്കലുകളില്ലാത്തൊരു ജീവിതം. എല്ലാത്തിനെക്കുറിച്ചും സ്നേഹപൂർവ്വം 2 കൈയും നീട്ടി സ്വീകരിക്കുന്നൊരു ജീവിതം. അതല്ലേ ഈ നോൻപ് നമ്മൾ ഇന്ന് ആവശ്യപ്പെടുന്നത്? വിളമ്പി വെക്കുന്നത് ഭക്ഷിക്കാനായിട്ട്. അതിന് ഒരു മനസ്സ് തരണമേ. ഒന്നും പെറുപെറുക്കാതെ എല്ലാം 2 കൈയും നീട്ടി സ്വീകരിക്കാനുള്ള കൃപ നൽകണമേ എന്ന് മാത്രം നമുക്കിന്ന് പ്രാർത്ഥിക്കാം. അതിനുള്ള അനുഗ്രഹമായി ദൈവം നമ്മോട് കൂടെയുണ്ട്. ശുഭദിനം.